റിജക്ഷൻസ് ഇന്ന് പല ആളുകളെയും മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റക്കാക്കി കളയുന്ന ഒരു സംഭവമാണ് റിജക്ഷൻസ് നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മൾ തന്നെ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, അല്ലെങ്കിൽ എനിക്കിത് പറ്റിയ പണിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിക്കുന്ന വലിയൊരു സംഭവമാണ് റിജക്ഷൻസ് എന്ന് പറയുന്നത്. ഈ റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു റിജക്ഷൻ നേരിടുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് അത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിനപ്പുറം കൂടുതലും റിജക്ഷൻസ് സംഭവിക്കുന്നത് കൃത്യമായ രീതിയിൽ കമ്പനി പ്രൊഡക്ട്സുകൾ, അതിന്റെ മാർക്കറ്റിംഗ് രീതി, അതിന്റെ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളിലേക്ക് എത്താതെ പോകുമ്പോൾ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ബിൽഡിംഗ് നടക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് കൃത്യമായിട്ട് നടക്കാതെ പോകുമ്പോഴൊക്കെയാണ് പലയിടത്തും റിജക്ഷൻസ് സംഭവിക്കാറുള്ളത്. സോ ഞാൻ എന്റെ ഭാഗത്ത് അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് റിജക്ഷൻസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ നേരിട്ട അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഫോളോ അപ്പിൽ എന്ത് മിസ്റ്റേക്ക് ആണ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ക്ലോസിംഗിൽ എന്താണ് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത വാല്യൂയിൽ എന്താണ് പ്രശ്നമുള്ളത്, ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഫോളോ അപ്പ് ആണെങ്കിലും ക്ലോസിംഗ് ആണെങ്കിലും റിലേഷൻ ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ ഒന്ന് ഞാൻ ഇരുന്ന് റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ കഴിയും. ആ മിസ്റ്റേക്കുകൾ വരാതെ അടുത്ത നെക്സ്റ്റ് വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോസ്പെക്ട്സിൽ പ്രോപ്പർ ആയിട്ട് ഈ മിസ്റ്റേക്കുകൾ വരാതെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ബിസിനസ് എനിക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും റിജക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പാഠമായിരിക്കണം, അല്ലാതെ നമ്മളെ തളർത്തുന്ന ഒരു സംഭവമായിരിക്കരുത്. എത്ര നോക്കിയേക്കാനും നിങ്ങൾ തയ്യാറാകണം. അത് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. സോ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം. സോ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സൈ.